നമസ്തേ ദോസ്തോ, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. ഈ വീഡിയോയിൽ JLT ഹിന്ദി എക്സാമിന് വരാൻ സാധ്യതയുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസായി നോക്കാം. ആദ്യത്തെ ചോദ്യം, ഹൂ എമംഗ് ദി ഫോളോയിങ് ഹിസ്റ്റോറിയൻസ് റോട്ട് ദി ബുക്ക് ടൈറ്റിൽഡ് പെരുമാൾസ് ഓഫ് കേരള. പെരുമാൾസ് ഓഫ് കേരള എന്ന ബുക്ക് എഴുതിയത് ആരാണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം MGS നാരായണനാണ്. അടുത്ത ചോദ്യം, ഹൂ ലെഡ് സോൾട്ട് സത്യാഗ്രഹ ഇൻ കോഴിക്കോട്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണെന്നാണ്. ആൻസർ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് പുരോഗമന കലാസാഹിത്യ സംഘം. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡന്റ് ആരാണെന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം വൈലോപ്പള്ളി ശ്രീധര മേനോനാണ്. അടുത്തത്, നെയിം ദ ഓഥർ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് തീയാസ് ഇൻ ട്രാവൻകൂർ. ഈ രചന എഴുതിയത് ആരാണെന്ന് ചോദിച്ചേക്കുന്നത്. അത് ഉത്തരം വരുന്നത് ഡോക്ടർ പൽപ്പു ആണ്. അടുത്ത ചോദ്യം, മലബാർ ഈസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ്. അതിൻ്റെ ഉത്തരം വരുന്നത് മൗണ്ടെയ്ൻസ് ആണ്. അടുത്തത്, PN പണിക്കർ ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ലൈബ്രറി മൂവ്മെൻറ്റ് ഇൻ കേരള. എ ഡേ ഓഫ് സെപ്റ്റംബർ ഈസ് നോൺ ആസ് കേരള ഗ്രന്ഥശാല ഡേ. ഗ്രന്ഥശാല ഡേ ആയിട്ട് വരുന്നത് സെപ്റ്റംബർ 14 അടുത്ത ചോദ്യം നോക്കാം. ഭാരത കേസരി വാസ് എ റൈറ്റർ, ഒറേറ്റർ, ടീച്ചർ, സോഷ്യൽ റിഫോമർ ആൻഡ് പൊളിറ്റീഷ്യൻ. ഭാരത കേസരി സ്റ്റാൻഡ്സ് ഫോർ, ഉത്തരം മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള വാസ് ദ എഡിറ്റർ ഓഫ് സ്വദേശാഭിമാനി ഇൻ കേരള. He wrote the biography of Karl Marx in Malayalam. The wife of രാമകൃഷ്ണ പിള്ളൈ was named as. രാമകൃഷ്ണ പിള്ളയുടെ ഭാര്യയുടെ പേരാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം വരുന്നത് കല്യാണി അമ്മ. അടുത്ത ചോദ്യം, CMS മിഷണറീസിൻ്റെ വഴി ബന്ധപ്പെട്ടതാണ്. അവർ CMS കോളേജ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്നാണ് CMS കോളേജ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ചോദ്യം. വർഷം 1817. അടുത്ത ചോദ്യം നോക്കാം. ദ ചാന്നാർ ലഹള ഓർ ചാന്നാർ റിവോൾട്ട് ഓൾസോ കോൾഡ് മാർമറക്കൽ സമരം. ഹു വാസ് ദ ലീഡർ ഓഫ് ചാന്നാർ റിവോൾട്ട് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വരുന്നത് വൈകുണ്ഠസ്വാമിയാണ്. നെക്സ്റ്റ് ചോദ്യം, ഐഡൻറ്റിഫൈ ദ വുമൺ ഹു ഇൻക്ലൂഡഡ് ഇൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിവിസ്റ്റ് ഫ്രം ട്രാവൻകൂർ. അതിൻ്റെ ഉത്തരം അക്കാമ ചെറിയാനാണ്. നെക്സ്റ്റ് ചോദ്യം, അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിന് നേതൃത്വം കൊടുത്ത ആളുടെ പേരാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് TK മാധവനാണ്. അടുത്ത ചോദ്യം, എ മെമ്പർ ഓഫ് റോയൽ ഫാമിലി ഓഫ് കേരള വാസ് നോൺ ആസ് കേരള വ്യാസൻ ഹു ട്രാൻസ്ലേറ്റഡ് മഹാഭാരത. ഹിസ് ആക്ച്വൽ നെയിം വാസ്. കേരള വ്യാസൻ്റെ യഥാർത്ഥ നാമം എന്താണ്, പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. രാമവർമ്മയാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. നെക്സ്റ്റ് ചോദ്യം, ഐഡൻറ്റിഫൈ ദ പേഴ്സൺ ഫ്രം ദി ഫോളോയിങ് ദ ഫാദർ ഓഫ് കേരള പ്രസ്. കേരള പ്രസ്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. അടുത്ത ചോദ്യം, ദ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് റിലീജിയൻ വാസ് ഫ്ലാഗ്ഡ് ഓഫ് ഇൻ കേരള വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ് ഹൂ സ്റ്റാർട്ടഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ കേരള. എൻ്റെ ആൻസർ വരുന്നത് റവറൻഡ് മീഡ് ഡോസൺ ആണ് വരുന്നത്. അതേപോലെ നെക്സ്റ്റ് ചോദ്യം, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. അപ്പോൾ ഏത് പ്രസ്താവനയായിട്ടാണ് ശരിയായിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഓപ്ഷനും ശരിയാണ്. ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഫൗണ്ടർ ഓഫ് സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, പിന്നെ പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ സ്പിരിച്വൽ നേതാവും കവിയൊക്കെയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് എമംഗ് ദി ഫോളോയിങ് ന്യൂസ് പേപ്പർ ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ റിനൈസൻസ് ഓഫ് കേരള. കേരള റിനൈസൻസുമായി ബന്ധപ്പെടാത്ത പത്രം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഹരിജനാണ്. നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി റിനൈസൻസ് ലീഡർ യൂസ്ഡ് ഫോർ ദി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ കേരള.
വളരെ ഈസിയായ ചോദ്യം. അതിൻ്റെ ഉത്തരം വരുന്നത് ശ്രീനാരായണ ഗുരുവാണ്. നെക്സ്റ്റ് ചോദ്യം, പുരോഗമന സാഹിത്യ പ്രസ്ഥാനം വാസ് ഫോംഡ് ഓൺ എന്നാണ് അത് രൂപീകരിച്ചതെന്നുള്ളതാണ്. 1981 ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.